ഓർഗൻ ട്രാൻസ്പ്ലാന്റ് തുടങ്ങുമ്പോൾ 9 ബ്രെയിൻ ഡെത്തായിരുന്നു. 3 വർഷം കൊണ്ട് അത് 9 ഇരട്ടിയോളം 76 കൂടി. മാറ്റി വയ്ക്കുന്ന ആളുണ്ടല്ലോ. അങ്ങനെ ധനസ്ഥിതിയാണ് ഇതിന്റെ പ്രധാനം. ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് കപ്പാസിറ്റി. വലിയ റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1 കോടി രൂപ അവർക്കെല്ലാം ഏജന്റുമാരുണ്ട്. പ്രധാനികളെ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽസും ട്രാൻസ്പ്ലാന്റ് സർജൻസും തന്നെയാണ്. ഒരു സറ്റൽ ഭീഷണി, സാറെ സൂക്ഷിച്ചോണേ, ഈ സാർ ഫൈറ്റ് ചെയ്യുന്ന അവരൊക്കെ വലിയ അപകടകാരികളാണ്, അവർ കൊല്ലാനും മറിക്കത്തില്ല. ഏജന്റ് they all work in close collaboration with the corporate hospitals and transplant surgeons. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ലഹരിയിലായിരുന്നു കേരളം. പിന്നാലെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം വാർത്തകളിൽ നിറഞ്ഞു. അതിനിടയിൽ തന്നെ നമ്മുടെ നാട് നടുങ്ങുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നു. അധികാര വടംവലി വാർത്തകൾക്കിടയിൽ പക്ഷേ അത് മുങ്ങിപ്പോയി. ആ വാർത്തയുടെ ഗൗരവം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന അവയവ കച്ചവടത്തിൻ്റെ കാണാക്കുരുക്കുകൾ ഓരോന്നായി അഴിച്ചെടുക്കുകയായിരുന്നു എറണാകുളം റൂറൽ SP KS സുദർശനൻ. SP-യും സംഘവും ചെന്ന് നിന്നത് അഴിക്കുംതോറും മുറുകുന്ന അവയവ കച്ചവടത്തിൻ്റെ കുരുക്കുകളിലേക്കാണ്. ഒന്നൊന്നായി കുരുക്കഴിച്ചു. പ്രതികൾ ഒന്നിനു പിറകെ ഒന്നായി വലയിലായി. അവയവം മാറ്റിവെക്കലിനും അവയവം ദാനത്തിനും സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ചട്ടങ്ങൾ മറികടന്ന് ഇടനിലക്കാർ കോടികൾ കൊയ്യുന്ന ഒരു വലിയ വ്യവസായത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. അതായത് വലിയൊരു മഞ്ഞുമലയുടെ ചെറിയ ഒരു അറ്റം മാത്രം. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ ഈ കഥ പറഞ്ഞാല് സുപ്രസിദ്ധനും കുപ്രസിദ്ധനും ഒക്കെ ആണല്ലോ. ഡയറക്ടർ ഉണ്ടായിരുന്നു രഞ്ജിത്ത്, ലിവർ പ്രോബ്ലം. അങ്ങനെ നേരിട്ട് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി എന്നാണെന്നാണ് തോന്നുന്നത്. ലിവർ ഡിസീസ് ഹൈദരാബാദിലാണ്. ഒരു എറണാകുളത്തുകാരനാണ് അവിടുത്തെ ചീഫ് ട്രാൻസ്പ്ലാന്റ് സർജൻ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു, അവിടെ റൂൾസ് ആർ വെരി സ്ട്രിക്റ്റ് ഇൻ തെലങ്കാന. യു ഡു SKF ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, ഞാൻ അവിടെ ഒന്ന് ചെയ്തു തരാം. SKF ഹോസ്പിറ്റൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തതിന് മുമ്പ് ഇവിടെ നടക്കുന്ന പെർമിഷൻ വാങ്ങിക്കണം, ഓത്തറൈസേഷൻ കമ്പനി എടുത്ത് പോകാനില്ല. സർപ്രൈസിംഗ്ലി സാധാരണ ഇങ്ങനെ BPS വന്നാൽ അവരുടെ 2 കൈ നീട്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോ എന്തു പറ്റിയെന്ന് അറിഞ്ഞില്ല. ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഇങ്ങനെ ഓർഗനൈസേഷൻ കൊടുത്തില്ല. ദേ ഡിഡ് നോട്ട് ഓത്തറൈസ്. ബട്ട് ഹെൽത്ത് സെക്രട്ടറി ഇടപെട്ട് ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ഇട്ടു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഞാൻ SC ഹോസ്പിറ്റലിൽ ഈ ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, ഹൈദരാബാദിൽ നിന്ന് ഇവിടെ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പോയി. അത് ഡോണർ രഞ്ജിത്തിന് സർവന്തി തന്നെ 20 ലക്ഷം രൂപ അവർക്ക് കൊടുത്തതാണ് ഞാൻ അറിഞ്ഞത്. എന്തുമാത്രം വാസ്തവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ കഥയിലേക്ക് കടക്കും മുമ്പ് നമുക്കൊപ്പം ഒരാൾ ചേരുകയാണ്. ഡോക്ടർ ഗണപതി. ഡോക്ടർ ഗണപതിയെ എല്ലാവർക്കും പരിചയമുണ്ടാവും. കൊല്ലം തിരുമുല്ലവാരം സ്വദേശിയാണ്. അവയവം എടുക്കുന്നതിന് വേണ്ടി ബ്രെയിൻ ഡെത്ത് നടത്തുന്നുവെന്ന ആരോപണവുമായി വന്ന് അവയവദാനത്തിനായി സർക്കാരിനെ കൊണ്ട് കർശന മാനദണ്ഡം പുറപ്പെടുവിക്കുന്നതിൽ എത്തി നിന്നു ഗണപതിയുടെ പോരാട്ടം. ആ പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, അത് തുടരുകയാണ്. സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സംവിധായകൻ രഞ്ജിത്തിൻ്റെ കരൾ മാറ്റിവെച്ചതിൻ്റെ പിന്നിലെ കഥകൾ ഡോക്ടർ ഗണപതി പറയുന്നത് നമുക്ക് കേൾക്കാം. അതിനെ അടിസ്ഥാനമാക്കി പിന്നീട് നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ മറവിൽ രേഖകൾ ചമച്ച് വിദേശത്തേക്ക് അവയവക്കടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്ന കേസിലെ മുഖ്യപ്രതി നജീബ് കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ പാവപ്പെട്ടവരെ കടത്തിയിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. 2024 കേരളം നടുങ്ങിയ സ്റ്റെമ്മ ക്ലബ് അവയവക്കടത്ത് കേസിന് സമാനമായ രീതിയിലാണ് നജീബും വല വിരിച്ചിരുന്നത്. ഒളിവിലായിരുന്ന നജീബിനെ ഡൽഹി ഗാസിയാബാദിൽ നിന്നാണ് എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മാഫിയയ്ക്ക് വിവിധ ജില്ലകൾ ശൃംഖലകളുണ്ട്. ഇതിനൊക്കെയും ഏജന്റന്മാരുമുണ്ട്. അവർ വഴി അവയവദാനത്തിനുള്ള ആളുകളെ കണ്ടെത്തിയിരുന്നത് നജീബാണെന്ന് പോലീസ് പറയുന്നു.
കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം എന്ന വെബ്സൈറ്റ് വഴിയാണ് അനധികൃത വൃക്ക ഇടപാടുകൾ ഏകോപിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിട്ട് അവയവദാനത്തിൻ്റെ പേരിൽ വലയിലാക്കി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇടപാടുകൾ നടത്തിയതായും പോലീസ് കണ്ടെത്തി. ഇതിനു മുമ്പ് കേസിൽ കുന്നത്തുനാട് സ്വദേശിയും സൺ കമ്മ്യൂണിക്കേഷൻസ് ഉടമയുമായ സണ്ണി വർഗീസിനെയും ഭാര്യ സിനിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. നജീബിൻ്റെ ഭാര്യ റഷീദ ഉൾപ്പെടെ 7 പേർ ഇതിനകം കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതികളുടെ സ്ഥാപനങ്ങളിലും താമസ സ്ഥലങ്ങളിലും നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന തെളിവുകൾ കണ്ടെത്തി. MLA-മാരുടെയും MP-മാരുടെയും ജഡ്ജിമാരുടെയും പേരിൽ തയ്യാറാക്കിയ വ്യാജ ശുപാർശ കത്തുകൾ, സ്വകാര്യ ആശുപത്രികളുടെ ബ്ലാങ്ക് ലെറ്റർ പാഡുകൾ, വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ, മെഡിക്കൽ ലാബ് രേഖകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. കുന്നത്തുനാട്ടിലെയും പള്ളിക്കരയിലെയും കമ്പ്യൂട്ടർ സെൻ്ററുകൾ വഴിയാണ് രേഖകൾ തയ്യാറാക്കിയതെന്നാണ് കണ്ടെത്തൽ. ആശുപത്രികളുടെ സീലുകളും ഒപ്പുകളും ഡോക്ടർമാരുടെ അറിവോടെയാണോ ദുരുപയോഗം ചെയ്തതെന്നതും പോലീസ് പരിശോധിച്ചു വരുന്നു. പ്രതികൾ തമ്മിൽ നടന്ന വാട്സപ്പ് സന്ദേശങ്ങൾ, ഇവർ തമ്മിൽ ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില പ്രമുഖരുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നതായി സൂചനയുണ്ട്. ചാരിറ്റി മേഖലയിൽ നടന്ന പല ഇടപാടുകളിലും നജീബിന് പങ്കുണ്ടെന്നാണ് സൂചന പുറത്തുവരുന്നത്. അന്വേഷണത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം 20 ലക്ഷം രൂപയ്ക്ക് നടന്ന ഒരു വൃക്ക ഇടപാടിൽ അവയവം നൽകിയ വ്യക്തിക്ക് ലഭിച്ചത് വെറും 9 ലക്ഷം രൂപ മാത്രമാണെന്നാണ് കണ്ടെത്തൽ. ചില ഇടപാടുകൾ 50 ലക്ഷത്തിനും 80 ലക്ഷത്തിനും മുകളിലായിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പണമുള്ളവരാണെങ്കിൽ 1 കോടി വരെ മുടക്കും പകുതി ഏജന്റിന്. അവയം ദാനം ചെയ്യുന്ന ആൾക്ക് കിട്ടുക ചെറിയ ഒരു തുക മാത്രം. അവർക്കെല്ലാം ഏജന്റുമാരുണ്ട്. പ്രധാനികളെ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽസും ട്രാൻസ്പ്ലാന്റ് സർജൻസും തന്നെയാണ്, അല്ലാതെ ഈ ഏജന്റുമാരൊന്നും അല്ല. ഏജന്റുമാർക്കുള്ള സ്മോൾ റൂം. ഹോസ്പിറ്റൽ ഡോക്ടർമാരില്ലെങ്കിൽ എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുക? അൺലെസ് ഐ ഹാവ് എ കോൺടാക്ട് വിത്ത് ദി ഹോസ്പിറ്റൽ ആൻഡ് എ ട്രാൻസ്പ്ലാന്റ് സർജൻ. ഞാൻ ഏജന്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? എനിക്കൊരു ആളിനെ കിട്ടിയാൽ എനിക്ക് കൊണ്ടുപോയി ചെയ്യാൻ സ്ഥലം വേണ്ടേ? ഞാൻ കൊണ്ടില്ല, അവർക്കറിയാമല്ലോ ഇത് ഫോൾസിഫൈഡ് റെക്കോർഡ്സ് ആണെന്നുള്ള കാര്യം. അല്ലെ സിറ്റി പോലീസ് കമ്പനിമാർ അറിയാതെ ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. തുടക്കം തന്നെ ദേ ആർ ഇൻവോൾവ്ഡ്. അവയവദാനത്തിൻ്റെ മറവിൽ വലിയ രീതിയിലുള്ള അവയവ കൊള്ളയാണ് നജീബിൻ്റെ സംഘം നടത്തി വന്നിരുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യാന്തര ബന്ധങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സൂചന. ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് വഴി തന്നെ, ന്യൂറോളജിസ്റ്റ് എറണാകുളത്ത്, ഒരു സറ്റൽ ഭീഷണി, സാറെ സൂക്ഷിച്ചോണേ, ഈ സാർ ഫൈറ്റ് ചെയ്യുന്ന അവരൊക്കെ വലിയ അപകടകാരിയാണ്, അവർ കൊല്ലാനും മറിക്കത്തില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. ഏതാണ്ട് 1 മാസം കഴിഞ്ഞാണ് തോന്നുന്നു ഒരാള് വൈകുന്നേരത്തിന്റെ ക്ലിനിക്കിൽ വന്നിട്ട് സിസ്റ്റർ എന്ന് പറഞ്ഞ്, സാറേ എറണാകുളത്ത് നിന്ന് ആരോ ഒരാളെ കാണാൻ മതി, അത്യാവശ്യമാണെന്ന് പറഞ്ഞു, കയറ്റി വിടാൻ പറ്റാണ്. അപ്പോൾ ഒരാൾ വന്നിരുന്നു. ഞാൻ, എൻ്റെ പേര് അഡ്വക്കേറ്റ് ജോർജ് മാത്യു എന്നാണ്. പേര് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ജോർജ് മാത്യു എന്നാണ്. ഞാൻ എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ റെപ്രസെന്റ് ചെയ്ത് അവർ മാൻഡേറ്റ് ആയിട്ട് വരുന്നതാണ്. സാറിന്റെ കേസ് കാരണം അവർക്ക് 1 വർഷം 150-200 കോടിയുടെ നഷ്ടമുണ്ട്. കേസ് സാറ് അതിൽ നിന്ന് കേസ് പിൻവലിക്കും. ഞാൻ കേസ് പിൻവലിക്കാൻ പറ്റില്ല. ഇനി ഡോക്ടർ പിൻവലിക്കണ്ട, ഡോക്ടർ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ അവൻ നത്തിങ് ഡൂയിങ്, ഞാൻ കേസായിട്ട് പോകും. അപ്പം ഈ ഓഫർ എ വെരി ഹ്യൂജ് എമൗണ്ട്. ഞാൻ തുക ഞാൻ പറയുന്നത് ഹ്യൂജ് എമൗണ്ട്. നമുക്ക് ഇമാജിൻ, ദാറ്റ് ഈസ് ടു ലോ. അപ്പൊ അത് ഡബിൾ ചെയ്തു. ഞാൻ പറയാം ഓത്തറൈസ്ഡ് ടു പേ യു ദിസ് മച്ച്. ഞാൻ ഗെറ്റ് ഔട്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിൽ എന്റെ പട്ടി എന്റെ മുറിയിൽ ഓടി അങ്ങോട്ട് പോയി ഗേറ്റ്. അപ്പൊ എന്റെ അർത്ഥം ഗേറ്റായിട്ട് വന്ന രാത്രി 8 മണിയെ കാണും. ചെന്ന് നോക്കുക, ഒരു പെൺകുട്ടിയുടെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ എറണാകുളം ലോ കോളേജ് പഠിക്കുകയാണ്, എനിക്കൊരു ഇന്റർവ്യൂ വേണം. ഞാൻ പറഞ്ഞു, I cannot give an interview this time. You should have called me and come to me. അപ്പോൾ പറഞ്ഞു, ഞാൻ രാവിലെ എറണാകുളം തിരിച്ചാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചവറയിൽ. അവള് പറഞ്ഞു, നേരത്തെ ഡോക്ടർ ചോദിച്ച ഡോക്ടറെ ഇന്റർവ്യൂ തരില്ല, നേരിട്ട് ഹോസ്പിറ്റൽ 7 മണിക്ക് ചെന്നാൽ മതി.
ഞാൻ 7 മണിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ പോയത് അങ്ങനെ അന്വേഷിച്ച് വന്നതാണ്. ഐ എം സോറി, ഐ cannot give interview now. You telephone me, fix up a time and come. അവിടെ പറഞ്ഞു ഓക്കെ സാർ, കാനലിച്ച് ടോയ്ലറ്റ്. അപ്പോൾ രാവിലെ എറണാകുളത്ത് ചെയ്ത കുട്ടി ടോയ്ലറ്റ് വേണ്ടെന്ന് പറയാൻ പറ്റും. ഞാൻ എൻ്റെ മുറിയിലെ ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു. പക്ഷെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുപോയ പെൺകുട്ടി തിരിച്ചു വന്നൊരു സീ ത്രൂ നൈറ്റി ഇട്ടിട്ടോ. ഉള്ളെന്ന് ഞാൻ പറയുന്നില്ല. കരണക്കുറ്റി ഒരു അടിയും കൊടുത്തൊരു ചവിട്ട് കൊടുത്തു പോകാൻ പറഞ്ഞു. ആൾക്ക് ചോദിച്ചു ഹൗ മച്ച് ആർ യു പെയ്ഡ്? എനിക്ക് 10,000 രൂപ തന്നിട്ടുണ്ട്, ഇതിന്റെ ഫോട്ടോ പിടിച്ചൊരു വീഡിയോ പിടിച്ചോണ്ട് ചെന്നാൽ 50,000 രൂപ തരും. ഓക്കെ ശരി. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം. ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് ഇൻ ആക്ഷൻ അഗൈൻ. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ ഡ്രോപ്പ് യു അറ്റ് ദി ബസ് സ്റ്റേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി. എവിടെ പോകണം? അവൾ പറഞ്ഞു പോണ്ട, എന്നെ കൊണ്ടുവിട്ട് എൻ്റെ ഫ്രണ്ട്സ് പുറത്ത് കാർ എടുത്തിപ്പോ. ദിസ് ഈസ് ദിയർ മോഡസ് ഓപ്പറൻഡി. They will go to any extent. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് തുടങ്ങുമ്പോൾ 9 ബ്രെയിൻ ഡെത്തായിരുന്നു. 3 വർഷം കൊണ്ട് അത് 9 ഇരട്ടിയോളം 76 കൂടി. അപ്പോ ഇപ്പോഴ് 216 ഒരു 500 കൂടിയേ. ബട്ട് ലാസ്റ്റ് ഇയർ 2024 it was only 9. അപ്പൊ ഞാന് എന്റെ കേസ് ഒരു 1500 കുട്ടികളെ ഈ ബ്രെയിൻ ഡെത്ത് ആയിട്ട് ഓർഗൻ കൊടുക്കുന്നത് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് തിങ്. ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. സർക്കാരിന് കർശന ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു കിഡ്നി വേണം, ഞാൻ പത്രത്തിൽ പരസ്യം കൊടുക്കും. ഓ പോസിറ്റീവ് കിഡ്നി വേണം എന്ന് പറഞ്ഞു കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും, ബാർഗൈൻ ചെയ്യും, അത് ഫിക്സ് ചെയ്തിട്ട് ഈ ഇതൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അങ്ങനെയാണ് പണ്ട്. ഞാൻ കേസ് കൊടുത്തതിന് ശേഷം അത് നിർത്തിവെച്ചു. ഇപ്പൊ പരസ്യം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഏജൻസിന്റെ കളിയിൽ കൂടുതലുള്ളത്. ഏജന്റ് ദി ഓൾ വർക്ക് ഇൻ ക്ലോസ് കൊളാബറേഷൻ വിത്ത് ദി കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻസ്. അല്ലാണ്ട് ഇപ്പൊ ഞാനൊരു ഏജന്റാ, എനിക്ക് ഹോസ്പിറ്റൽ ബന്ധമില്ല. ഞാനവിടെ പോയി ഓർഗൻ കൊണ്ട് കൊടുക്കുന്നത്, ആൾക്കാരെ കൊണ്ട് കാഴ്ചവെക്കുന്നത്. പ്രൈം കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ട്രാൻസ്പ്ലാന്റ് സർജൻസ് ആണ്. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹോസ്പിറ്റൽ ആൻഡ് ദി പേഷ്യന്റ് ആൻഡ് ദി റെസിപ്പിയന്റ്. ഓർഗൻ എടുക്കുന്ന ആളുണ്ടല്ലോ, മാറ്റി വയ്ക്കുന്ന ആളുണ്ടല്ലോ, അങ്ങനെ ധനസ്ഥിതിയാണ് ഇതിന്റെ പ്രധാനം. ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് കപ്പാസിറ്റി. വലിയ റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1 കോടി രൂപ ഒരു കിഡ്നിക്ക്. അതിനനുസരിച്ചായി. അപ്പൊ അതിന് നല്ലൊരു ഭാഗം ഈ ഏജന്റിന് കിട്ടും. ചിലപ്പോൾ ഏജന്റ് ഡയറക്റ്റായിട്ട് ഡോണർ ചെയ്തു, പിന്നെ റെസിപ്പിയന്റ് ചെയ്ത് വാങ്ങിച്ച് അതിന് പകുതി ഡോണർ കൊടുക്കും, പകുതി അങ്ങനെ അടിച്ചു മാറ്റി. സങ്കീർണമായ ഈ ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് കൊച്ചി DCP ഷഹൻ ഷാ പറയുന്നത്. കേസിന്റെ വ്യാപ്തിയും വിദേശ ബന്ധങ്ങളും കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ഊർജിതമായി നടത്തി വരികയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകി വിദേശത്തേക്ക് അയക്കുകയായിരുന്നു നജീബിന്റെ രീതി. അവയവദാതാവാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം മെഡിക്കൽ ടൂറിസ്റ്റ് എന്ന വ്യാജേനയാണ് ഇവരെ കടത്തിയിരുന്നത്. സ്റ്റെമ്മ ക്ലബ് ഉടമ മധു ജയകുമാർ നടത്തിയതിന് സമാനമായ തട്ടിപ്പാണ് നജീബും ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് സംശയിക്കുന്നു. വിദേശത്തെ വൻകിട റാക്കറ്റുകളുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ സംസ്ഥാനത്തെ ചില പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും അധികൃതരുടെയും പങ്കും അന്വേഷണ പരിധിയിലുണ്ട്. അവയവ കൈമാറ്റത്തിന് ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും പരിശോധനാ റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നതിൽ ഇവർക്ക് അറിവോ പങ്കോ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ പോലീസ് ഇവരുടെ മൊഴിയെടുക്കും. നിയമപരമായ അവയവദാന നടപടികൾ എങ്ങനെയാണ് നജീബ് അട്ടിമറിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടക്കും. കുറച്ച് നേരത്തെ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണറാണ് തോന്നുന്നു ഒരു ഇന്റർവ്യൂ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഹോസ്പിറ്റൽസിന് ഡോക്ടർമാർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. കാര്യം അവരെ മുന്നിൽ ഒരു റെക്കോർഡ് വന്നാൽ അവർക്കത് പരിശോധിക്കാനുള്ള സാങ്കേതിക സാധ്യതയൊന്നുമില്ല. ദാറ്റ് ഈസ് റോങ്. ഹി ഈസ് ഓൺലി ട്രൈങ് ടു പ്രൊട്ടക്ട് ദി corporate hospitals and the transplant surgeons.
ഹോസ്പിറ്റൽസോ ട്രാൻസ്പ്ലാന്റ് സർജൻസോ അറിയാതെ ഒരു കിഡ്നി റാക്കറ്റോ ലിവർ റാക്കറ്റോ നടക്കത്തില്ല. കാര്യം ഈ ഏജന്റുമാരെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഒരു ഹോസ്പിറ്റലോ ഒന്നിലേറെ ഹോസ്പിറ്റൽസ് ആണ്. ഇപ്പൊ എന്റെ ഹോസ്പിറ്റലില് എനിക്കിപ്പോ 3 പേഷ്യൻസിന് കിഡ്നി വേണം, ഒരു പേഷ്യന്റ് ലിവർ വേണം. എന്റെ ഏജന്റ് ഉണ്ട്, ഞാൻ ഏജന്റിനെ വിളിച്ച് പറയും, ഏജന്റ് ആണ് സംഗതി. അപ്പൊ ബേസിക്കലി ഇതിന്റെ തുടക്കം ദി മെയിൻ കൾപ്രിറ്റ് ഹോസ്പിറ്റലും ട്രാൻസ്പ്ലാന്റ് സർജൻസ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രൊഫസർ, റിട്ടയർഡ് പ്രിൻസിപ്പളാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്. മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസിംഗ് കമ്മിറ്റി, ഓത്തറൈസേഷൻ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, കമ്മിറ്റി കൂടിയാൽ നമുക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല, അവിടെ ഏജന്റുമാരുടെ തോന്നും. അതൊന്നും. രണ്ടാമതായിട്ട് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച വേറൊരു ഡോക്ടർ, അത് ജോയിന്റ് ഡയറക്ടർ റിട്ടയർ ചെയ്ത ലേഡിയ, ഷീ ടോൾഡ് മീ, ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓബ്വിയസ്ലി റോങ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വന്ന് ഓത്തറൈസേഷൻ കമ്മിറ്റിക്ക് മുമ്പ്. അപ്പൊ ഈ ഡോക്ടർ DHSനോട് പറഞ്ഞു, ആടെ ഇത് സംശയമുണ്ട്, ഇത് ശരിയല്ല, കുറ്റപ്പാട്, നമുക്ക് എൻക്വയറിക്ക് വിടണം. പിന്നെ DHS പറഞ്ഞത്, ഡോക്ടർ അന്ന് ആലോചിക്കണം, ഒപ്പിട്ടാൽ മതി. കാര്യം 50,000 to 1 lakh rupees വരെ ഈ അംഗങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഈ ഓത്തറൈസേഷൻ കൊടുക്കുന്നതിനായിട്ട്. കാര്യം ഈ ഡോക്യുമെന്റ്സ് കണ്ടാൽ നമുക്കറിയാം ദിസ് ഈസ് കുറ്റം. അപ്പോ ഈ ട്രാൻസ്പ്ലാന്റ് സർജൻസും ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽസും ഓത്തറൈസേഷൻ കമ്മിറ്റികൾ ഡോക്ടർമാരും അറിയാതെ കേരളത്തില് ഒരു ട്രാൻസ്പ്ലാന്റും അൺഓത്തറൈസ്ഡ് ആയിട്ട് നടക്കത്തില്ല. ഒരു 2 വർഷം മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എറണാകുളത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 5000 ഇല്ലിസിറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് നടന്നു. അതിന്റെ കാര്യം സംസാരിക്കാനായിട്ട് കൊച്ചി സിറ്റീസ് പോലീസ് നമ്മൾ അന്ന് എന്നെ കാണാൻ 2-3 വർഷമായി, ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും ട്രാൻസ്പ്ലാന്റ് സർജൻസിനെതിരെയോ ഇതിൽ ബന്ധപ്പെട്ട ഓത്തറൈസേഷൻ കമ്മിറ്റി ഡോക്ടർമാർക്കെതിരെയോ പോലീസ് ഒരു ചുക്കും ചെയ്യത്തില്ല. ഏജന്റിനെ പിടിച്ചെന്താ കാര്യം? ക്രൈസ്റ്റ് ഹൗസിലെ വേറെ ഏജന്റ് വരെ കണ്ടുപിടിച്ചു. ക്രൈസ്റ്റ് ഹൗസ് ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ദേ മേക്ക്. ഇവിടുന്ന് ആൾക്കാര് വിദേശത്തോട്ട് മാറും, വിദേശത്തെ ഹോസ്പിറ്റൽ അവരൊക്കെ അതിന് ഞങ്ങൾക്ക് കമ്മീഷൻ. ഇറാനില്, സിംഗപ്പൂര്, മലേഷ്യയില് ഒക്കെ പോകും. അവിടുന്ന് ആൾക്കാർ ഇവിടെയും വരും. ഇവിടെ ഇപ്പം നമുക്ക് പുറത്തുനിന്ന് അടുത്ത കാലത്ത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. ഇവിടെ ഒരുപാട് പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. നമ്മുടെ നാട്ടില് വെയിറ്റിംഗ് ലിസ്റ്റിൽ പറയുമ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയാം. പുറത്തുനിന്ന് ഒരാൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വന്നാല് ഇവിടെ രജിസ്റ്റർ ചെയ്താലും, കേരളത്തിൽ രജിസ്റ്റർ ചെയ്താലും, കേരളത്തിൽ ഏതെങ്കിലും പേഷ്യന്റിന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഞങ്ങൾ ബൈപ്പാസ് ചെയ്യും. ഇതിന് ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഞങ്ങളുടെ ഡോക്ടറെ പ്രധാന വരുമാനം കമ്മീഷൻ, ശമ്പളവും പേര് കിട്ടുന്ന കാശൊന്നുമല്ല. കേരളത്തിൽ അവയവദാനം, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങുമ്പോൾ അന്ന് അവയവം എടുത്തത് 9 ബ്രെയിൻ ഡെത്തായിരുന്നു. 9 ശസ്ത്രക്രിയകളാണ് അന്ന് നടന്നത്. 3 വർഷം കൊണ്ട് ഇത് 76ആയി വർദ്ധിച്ചു. എന്നാൽ ഡോക്ടർ ഗണപതിയുടെ പോരാട്ടത്തെ തുടർന്ന് 2024 ഇത് വെറും 9ആയി ചുരുങ്ങി. അതായത് ചട്ടം പാലിച്ച് നടക്കുന്ന അവയവദാനം. അപ്പോഴും ഈ ചട്ടമില്ലാതെ അനധികൃതമായിട്ടുള്ള അവയവദാനവും അവയവം മാറ്റിവെക്കലുകളും വ്യാപകമായി ഇവിടെ അരങ്ങേറുന്നുണ്ടായിരുന്നു. ഏജന്റുമാർ കോടികൾ സമ്പാദിച്ചു. പാവപ്പെട്ട ഡോണർമാർക്ക് അതിന് തുച്ഛമായ നക്കാപ്പിച്ച പണം നൽകി അവരൊക്കെ, ചിലരൊക്കെ രോഗികളായി തന്നെ കഴിയുന്നു. ഏജന്റുമാരുടെ റോൾ സത്യത്തിൽ ഇതിൽ ചെറുതാണ്. ഈ അവയവദാതാക്കളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ റോൾ. ഹോസ്പിറ്റലും ഡോക്ടർമാരുമാണ് പ്രധാനം.
പോലീസും ഇതൊന്നും അറിയാതെ ഇരിക്കുന്നില്ല എന്നാണ് ഡോക്ടർ ഗണപതി പറയുന്നത്. ഈ ബ്രെയിൻ ഡെത്ത് ഉണ്ടായെങ്കിൽ മാത്രമാണ് അവയവദാനം നടക്കുക. ബ്രെയിൻ ഡെത്ത് എങ്ങനെയാണ് സ്ഥിരീകരിക്കുക? എന്താണ് ബ്രെയിൻ ആൻജിയോഗ്രാം എടുക്കാത്തത്? EEG എടുക്കാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ എങ്ങനെയാണ് ഇവിടെ അവയവദാനം നടക്കുന്ന ആ വിവരങ്ങൾ കൂടി ഡോക്ടർ ഗണപതി നമുക്കൊപ്പം പങ്കുവയ്ക്കുന്നു. നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ആക്ട് പ്രകാരം ഒരാളിനെ ബ്രെയിൻ ടെസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല് സെൻട്രൽ നെർവസ് സിസ്റ്റം എക്സാമിനേഷൻ ആപ്നിയ ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ചെയ്താല് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് തെളിവില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളൊക്കെ കണ്ടു നമ്മുടെ ആളുടെ കണ്ണിൽ ടോർച്ച് അടിച്ച് നോക്കും. അപ്പൊ ജീവനുള്ള ആളാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ റിയാക്ട് ചെയ്യും ലൈറ്റ് അടിക്കുമ്പോൾ. മരിച്ച ആളാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ റിയാക്ട് ചെയ്യും ഡയലേറ്റഡ് ഫിക്സ്ഡ്. അപ്പോ ഈ പേഷ്യന്റ് പീപ്പിൾ റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതാം. പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് അല്ല. ഡോക്ടർ എഴുതും നോ റിയാക്ഷൻ ടു ലൈറ്റ്, പേഷ്യന്റ് ബ്രെയിൻ ഡെഡ്. ബാക്കി ടെസ്റ്റ് അതുപോലെ. കോൺഫിഡൻസ് ആപ്നിയ ടെസ്റ്റാണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന്റെ അർത്ഥം ബ്രെയിൻ ഡെഡ് അല്ലെന്നാണ്. ബ്രീത്ത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡെഡ് ആണെന്നുള്ളതാണ്. സപ്പോസ് പേഷ്യന്റ് ബ്രീത്ത്സ്, ഈ ഡോക്ടർ ചോദിക്കും പേഷ്യന്റ് ഹാസ് നോ എഫേർട്ട് ടു ബ്രീത്ത്, പേഷ്യന്റ് ബ്രെയിൻ ഡെഡ്. അപ്പൊ തെളിവില്ല. പേഷ്യന്റ് ഈ സെറ്റിഫൈ ചെയ്ത് ഓർഗനൊക്കെ മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ there is no proof that the brain death certification is wrong. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് enters the brain. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഓൾ ദ ന്യൂറോൺസ്, ഓക്സിജൻ ഇല്ലാത്ത ബ്രെയിൻ സെൽസ്, ന്യൂറോൺസ് അതെല്ലാം മരിക്കും. അതുകൊണ്ട് നോ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ, നോ ബ്ലഡ് ഫ്ലോ. ഇത് പ്രൂവ് ചെയ്യാൻ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ബ്രെയിൻ ആൻജിയോഗ്രാം ചെയ്യണം, EEG എടുക്കണം. ഇത് രണ്ടും എടുക്കാൻ അവർ ഹോസ്പിറ്റലിൽ തയ്യാറല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെടുത്താൽ തെളിവായി തെറ്റായിട്ട് റോങ് ബ്രെയിനെ സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് പ്രൂഫ്. റോങ് ആയിട്ട് സർട്ടിഫൈ ചെയ്താലും ഞാൻ ആൻജിയോഗ്രാം എനിക്ക് അറിഞ്ഞൂടെ. പേഷ്യന്റ് റിലേറ്റീവ് ക്യാൻ ആസ്ക് ഫോർ ആൻജിയോഗ്രാം, റിപ്പോർട്ട് കാണിക്കാൻ പറയും. ഇല്ല. ഇപ്പോ സുപ്രീം കോടതിയിൽ കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഹിയറിംഗിൽ ദി ജഡ്ജസ് took a strong stand in my favor in spite of objections from the state government and the central government. The honorable judge said there is substance in what Dr. Ganapathy says, but we are not experts. We'll seek expert opinion as to why angiogram and EEG cannot be done എന്നുള്ള കാര്യത്തില് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസറുടെ റിപ്പോർട്ട് ടീം ഉണ്ടാക്കാൻ പറഞ്ഞേക്കാം. അവരുടെ എക്സ്പെർട്ട് ടീം. I have already contacted the professor and sent all the necessary documents for my arguments. And the case is posted for the 28th of July next. I hope to get a favorable order.